അവൾ ഓടി പത്രോസിനെയും യോഹന്നാനെയും ആ വിവരം അറിയിക്കുന്നു. ശിഷ്യന്മാർ കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്നു. അവർക്ക് തിരുശരീരം പൊതിഞ്ഞ വസ്ത്രങ്ങൾ കാണാം. എന്നാൽ യേശുവിനെ അവിടെ കാണുന്നില്ല. മറ്റുള്ളവർ മടങ്ങിപ്പോകുമ്പോൾ മറിയ അവിടെ നിന്ന് കരയുന്നു. അപ്പോൾ അവൾക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ആദ്യം അവൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. യേശു അവളെ പേര് ചൊല്ലി വിളിച്ചു, മറിയേ. അപ്പോൾ അവൾക്ക് അത് മനസ്സിലാവുന്നു. ഈസ്റ്റർ ദിനം ആരംഭിക്കുന്നത് ഇരുണ്ടിരിക്കുമ്പോൾ എന്ന സുവിശേഷ വാക്കുകളോടെയാണ്. ഈ ഇരുട്ട് മറിയയുടെയും ശിഷ്യന്മാരുടെയും മനസ്സിലുള്ള ആശങ്കകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഒരു ചിഹ്നമാണ്. എന്നാൽ കല്ലറയിൽ നിന്നും യേശു ഉയർത്തെഴുന്നേറ്റത് ഈ ഇരുട്ടിനെ, ആശയക്കുഴപ്പങ്ങളെ തകർത്ത് പ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് നൽകാൻ വേണ്ടിയിട്ടാണ്. മറിയയുടെ കണ്ണീരുള്ള മുഖം അവളെ സുവിശേഷ ദൗത്യത്തിനുള്ള ആദ്യ വാക്യമായി മാറ്റുന്നു. ഞാൻ കർത്താവിനെ കണ്ടു. അവൾ അപ്പസ്തോലുകളുടെ അപ്പസ്റ്റോലായി മാറുന്നു. ദി അപ്പോസ്റ്റൽ ഓഫ് ദി അപ്പോസ്റ്റൽസ്. യേശു പറഞ്ഞു, എന്നെ പിടിച്ചു നിർത്തരുത്. ഇതൊരു നിരാകരണമല്ല, മറിച്ച് പുതിയ ഒരു സുവിശേഷ അതിവിശേഷണീയമായ ബന്ധത്തിലേക്കുള്ള ഒരു പുത്തൻ വിളിയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം ഇനി വിശ്വാസത്തിലൂടെയും കർത്താവിൻ്റെ തിരുസ്വഭാവത്തിലൂടെയും തിരിച്ചറിയണം. നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ഇത്ര സ്നേഹത്തോടെ മറിയയെപ്പോലെ നാം ക്രിസ്തുവിനെ തിരയാറുണ്ടോ? കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ തിരിച്ചറിയാറുണ്ടോ? നമ്മളുടെ ദുഃഖത്തിൽ ആഴ്ന്ന് കിടന്നുകൊണ്ട് അവിടുന്ന് നൽകുന്ന ദൗത്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തിരിച്ചറിയാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥ, അങ്ങ് മരിച്ചവരിൽ നിന്നുയർത്ത് അവിടുത്തെ വെളിച്ചം ഞങ്ങളിലെ ഇരുട്ടെല്ലാം തകർത്തു. ഞങ്ങൾക്കായി അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്ന പിതാവിൻ്റെ അടുക്കിലേക്ക് പോയതുപോലെ ഞങ്ങൾക്കും ആ യാത്രയിൽ പങ്കുചേരുന്നതിനായുള്ള ശക്തിയും കൃപയും തന്നരുളണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ദയയോടെ കേട്ടരുളണമേ. ആമേൻ.